അച്ഛന്റെ ഒരു ചെറിയച്ഛന്റെ കുടുംബം ഉണ്ട് ഇവിടെ. അപ്പൊ അച്ഛനെ അവിടെ നേരിട്ട് തന്നെ പറയണം നിർബന്ധം. ഇത്ര അടുത്ത് വന്നല്ലേ, അപ്പൊ ഒന്ന് കേറിയിട്ട് അച്ഛൻ വന്നതെന്നായി. ഞാൻ സ്റ്റുഡിയോ പോയപ്പോ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാനല്ല. അത് കിട്ടിയില്ലേ? കുട്ടികളുടെ ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇത്ര ഇവിടെ. ഒന്ന് അതുകൂടി കണ്ടിട്ട് പോയാ പോരെ? വരൂ വരൂ. ചന്തു ഈ കാണുന്നതാണ് വാട്സപ്പിൽ അയച്ചു കൊടുക്കണം കല്യാണം വിളിക്കണവർക്ക്. നന്നായിട്ടുണ്ടല്ലേ അച്ഛൻ? ഇല്ലില്ല, ഇനി ഇതിന്റെ നിക്കറൊക്കെ ഇട്ടിട്ട് കെട്ടിമറിയണതാണ്. നല്ല ഡീപ്പായിട്ടുള്ള സീനുകൾ. ഇനി നിക്കറ മോനത് നിർത്തിയ ഇല്ല, കുറച്ചും കൂടി ഉണ്ടാ. നന്നായല്ലേ? കാശ് ഏതായാലും മുതലായി. 1.5 രൂപ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല പോലെ നമ്മൾ ഇത്രയും പൈസയൊക്കെ ചെലവഴിച്ചൊരു കാര്യം ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു മാന്യതയിലൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ മാത്രമല്ല നമ്മൾ 2 കൂട്ടരും കൂടിയാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ചിലവൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടുകാരെന്തെങ്കിലും ചോദിച്ചാൽ അച്ഛനൊന്നും പറയാൻ പറ്റില്ല. അപ്പം അച്ഛന് പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളല്ലേ. അപ്പം അത് ഞങ്ങൾക്ക് അയക്കണ്ട കേട്ടോ. അല്ല, ഇത് ആർക്കും അയക്കാൻ പറ്റില്ല. അതെ, ഇതൊന്നും എവിടെയും കാണിക്കാൻ പറ്റില്ല. അയ്യാ, ഇതിനിപ്പോ എന്താ കുഴപ്പം? ഇപ്പൊ തന്നെ ഡ്രസ്സ് കൂടിപ്പോയോണ്ട് ഇത് വൈറലാവൂല എന്നാണ് ഞങ്ങളുടെ പേടി. എന്നെ അയച്ചല്ല, ആരോട് ചോദിച്ചിട്ട്? അല്ല, അത് കിട്ടിയപ്പോ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അയച്ച് ലൈക്കും കിട്ടിയല്ലോ കുറെ. ഇല്ല, അത് മോനെ, അത് എൻ്റെ മോളാണല്ലോ അത്. അപ്പോൾ ഇതൊക്കെ അയക്കണതിന് മുമ്പ് എന്നോടും കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇത് കാണിച്ചിട്ടാണല്ലോ നീ കല്യാണത്തിന് ആളെ വിളിക്കാൻ നിൽക്കുന്നത്? ആണോ? ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ആ വിൽഫ്രഡിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നല്ലേ? വിൽഫ്രഡിന്റെ ആളുകൾ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്ന പോലെയാണോ? നീ ഒരു വാക്ക് പുള്ളിയോട് ചോദിക്കണ്ടേ? വേണ്ടേ? ഈ വക തമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോ അല്ല, 2 വീട്ടുകാരും കൂടി ഷെയർ ആയിട്ട് ചെയ്തൊരു കാര്യം. ഇതിപ്പോ എന്താ അവനെ കൊണ്ട് പാവന്മാരൊക്കെ പറയണത് അതേപോലെയാണ് വേഷം കെട്ടിയിട്ട് ചെയ്തിരിക്കുക. അറിയില്ല അപ്പോഴത്തെ കുട്ടികൾക്ക്. അത് ഇതൊക്കെ നല്ലൊരു കുടുംബത്തേക്ക് പറ്റില്ല മോനെ. അത് മോശ തോന്നിയാസം കാണിച്ചിട്ട് കണ്ണി കണ്ടവർക്ക് അയച്ചു കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? അമ്മ, ഇതൊക്കെ കാണിച്ചാലേ കെട്ടണ ചെക്കന് പ്രാപ്തി ഉണ്ടെന്ന് ജനം അറിയുള്ളൂ.
എന്നാ പിന്നെ ഞങ്ങളൊന്ന് അങ്ങടെ ഇറങ്ങാം. അല്ല ചായ കുടിച്ചില്ല. അല്ല അത് കുഴപ്പമില്ല, നമുക്ക് കഴിച്ചല്ലോ, അത് മതി. ഇനിയിപ്പോ അങ്ങടെ ഇറങ്ങാൻ നോക്കാം അല്ലേ? എന്നാ ശരി. ശരി ശരി ശരി. പിന്നെ മോനെ, ഇനിയിപ്പോ അത് കൂടുതൽ ആൾക്കാർ കാണാത്ത രീതിയിലേ അതൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കൂ. ഇല്ലല്ല, അതാരും കാണില്ല, അതാരും കാണില്ല. ഇട്ട സീനോട് കണ്ടെങ്കിൽ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. നിർത്താ